ബനിഹാൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത്, തെമ്മിത്താവിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്ന് ബസ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോ 150 രൂപ പറഞ്ഞു. ഉള്ള സമയം കളയണ്ടെന്ന് വെച്ച് ഞാൻ ഓട്ടോ പിടിച്ചു. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടാണ്. Don't stop. 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 Don't. ഇതാണ് ജമ്മുവിൻ്റെ ബസ് സ്റ്റാൻഡ്. ഇവിടെ പോയിട്ട് വേണം ബനിഹാലിലേക്കുള്ള ബസ് പിടിക്കാൻ. കുറച്ച് മാർക്കറ്റും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാണത്. വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷേ എല്ലാ സാധനവും കിട്ടും. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തിൽ ചാല മാർക്കറ്റിന് അത്രയൊന്നും വരില്ല, പക്ഷേ ഏകദേശം അതേപോലെയൊക്കെ തോന്നും. ബസ് സ്റ്റാൻഡ് കുറേ പഴയ ബസ് സ്റ്റാൻഡായിട്ട് തോന്നും കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ്. അപ്പോഴാണ് ഇവിടെയുള്ള ആൾ പറഞ്ഞത് ഇവിടെ അല്ല, അപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. കുറച്ചുകൂടെ നടക്കണം. റോഡൊന്നും കൊള്ളില്ല, എല്ലാം വൃത്തിയാക്കാതെ അങ്ങനെ ഇട്ടിരിക്കാൻ റോഡല്ല. ഇടയ്ക്കിടയ്ക്ക് ബസ്സും വരുന്നുണ്ട് ഇതിൻ്റെ അകത്തൂടെ. വീണ്ടും ചോദിച്ചു ഒരാളടുത്ത്, അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ അപ്പുറത്താണെന്ന് പറഞ്ഞു. വീണ്ടും അങ്ങോട്ട് നടന്നു. ചൂട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്, ഭയങ്കരമായിട്ടും ടയേർഡായിപ്പോയി. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇത് നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡ് പോലെ തോന്നുന്നു. പുതിയ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. കുറേ ആൾ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരാൾക്ക് ചോദിച്ചു, അപ്പം ആ കാണുന്ന ബസ്സിൽ കയറാൻ പോകും. അപ്പം ടിക്കറ്റ് വന്നിട്ട് പുറത്താണ് കൊടുക്കണേന്ന് പറഞ്ഞു വേറൊരാൾ. അപ്പം അവിടുത്തെ ഡ്രൈവർ പറഞ്ഞു അത് വേണ്ട, ടിക്കറ്റ് അകത്ത് വന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കയറിയിരുന്നു. Don't stop.
അങ്ങനെ ബനിഹാളിലോട്ടുള്ള ബസ്സിൽ കയറി 300 രൂപയാണ് ടിക്കറ്റ്. ഇനിയിപ്പം 4 മണിക്കൂർ 5 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അത്ര സമയം ഇരിക്കണം. അതൊക്കെയുള്ളതിൻ്റെ കാഴ്ചകളൊക്കെ അത് ചെയ്യാം. നിറയെ ആളുകളാണ്, അടച്ച ആളുകളാണ്. ഒരു രക്ഷയില്ല. ചൂട് അതേപോലെ ചൂട്. പോയിട്ടാണ് ഫുഡ് എന്തെങ്കിലും കഴിക്കും. കഴിച്ചില്ല. അവിടെ അടവും മാപ്പിളും മാത്രമേ കഴിച്ചുള്ളൂ. കഴിച്ചില്ല. എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ആരെങ്കിലും ഫുഡ് വരെയാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ട്രെയിനിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ട്രെയിനിൽ ഇടയ്ക്ക് വെച്ച് കമ്പാർട്ട്മെൻറ്റ് മാറിയിരിക്കുന്നു. ജാൻസി എത്തിയപ്പോൾ കുറേ ആളുകൾ ഹിന്ദിക്കാരും അല്ലെങ്കിൽ അടുക്കര വേളമായിരുന്നു. പിന്നെ ഞാൻ മിഥുൻ വഴിയുണ്ടായിരുന്നു. ഞാനും അവരും കൂടെ ഫസ്റ്റ് നമ്മൾ അവിടെ തന്നെ ഇരുന്നു, പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ സീറ്റ് അപ്പുറത്തുണ്ട്, അത് നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവരെ ബഹളം ഇതായി കണ്ടിട്ട് പിന്നെ നമ്മൾ മാറി അപ്പുറത്തെ സീറ്റിൽ പോയിട്ട് അവിടെ കൊള്ളാൻ. അവിടെ ഒരു മലയാളി ഫാമിലി ആയിരുന്നു. നമുക്ക് ആശ്വാസമായി. മലയാളി ഫാമിലി ആയിരുന്നു. അവരടുത്ത് കുറേ സംസാരിച്ചുകൊണ്ടിരുന്നു. ചങ്ങനാശ്ശേരി എന്നുള്ളവരായിരുന്നു. അനിച്ചേട്ടനും ബിന്ദു ചേച്ചി നല്ല വൈബായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർ രാവിലെ പോയി ജലന്ധറിൽ, പഞ്ചാബിലാണ് അവർ ഇറങ്ങിയത്. ജലന്ധറിൽ എത്തിയപ്പോഴത്തേക്കും അവർ ഇറങ്ങി രാവിലെ. ഞാൻ രാവിലെ ഇരിക്കുന്നു. അവരെ കണ്ടിട്ട് അവരെ പറഞ്ഞിട്ടാണ് ഞാൻ ഏതെങ്കിലും ഞാൻ ഉറങ്ങിയില്ല അധികമൊന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വിശപ്പൊക്കെ ആയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പതുക്കെ ഈ ജമ്മു എത്തുന്നതിന് മുമ്പ് വരാം. പത്താൻകോട്ട് കഴിഞ്ഞ് കത്വയാണ് ജമ്മുവിൻ്റെ ഫസ്റ്റ് സ്റ്റേഷൻ. ജമ്മു താവി എത്തും. അതുവരെ പതുക്കെയാണ് പോയത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി. ഭയങ്കര ഡിലേ ആയി. അത് 8:05 ആപ്പിൽ കാണിച്ചിരുന്നത്. പക്ഷെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റായി. 9 മണിയായി സെഷൻ താവി എത്തിയപ്പോൾ. അവിടെ എത്തിയപ്പോൾ അവിടെ വേറെ പയ്യനായിട്ട് പഠിച്ചെടുത്തു. മലയാളി പയ്യനായിരുന്നു. അവൻ സിം എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവൻ സിം അവിടെ നിന്ന് വാങ്ങിച്ചു. സേഫല്ല സിം. നമ്മളെ വീട്ടിൻ്റെ അവിടുത്തെ എയർടെൽ ജിയോയിൽ നിന്ന് പോസ്റ്റ്പെയ്ഡ് സിം വാങ്ങിച്ചിട്ടാണ് വേണ്ടത്. എന്നാൽ ഇവർ ആധാർ നമ്പറിൽ ചോദിക്കുന്നുണ്ട്. ആധാർ നമ്പറിൽ ചോദിക്കുന്നത് ചിലപ്പം ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മളെ സേഫ്റ്റി ഒന്നും നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് നമ്മളെല്ലാം ചെയ്ത് വാങ്ങിക്കണം നല്ലത്. ഒന്നുമില്ല, വേറൊന്നുമില്ല. നമ്മൾ ഫുഡ് വല്ലതും പറയാനായിട്ട് വാങ്ങിക്കാം. നമുക്കിപ്പോൾ എടുക്കും തോന്നും. ആളുകളെ കുത്തി കയറ്റിട്ടാണ് കിട്ടും. കുറച്ച് കിട്ടും കൂടെ ഉണ്ട്. അത് ഫില്ലാവാതെ ചോദിക്കാം. 3 പറയാൻ കിട്ടും. അപ്പം കാറിൽ പോവുകയാണെങ്കിൽ 400 രൂപ 4000 രൂപയ്ക്ക് ഷർട്ടാഴ്ച 1500 എത്ര പൈസ ഉണ്ടെങ്കിൽ ഓക്കെ. ബഡ്ജറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ബസ് പോകുന്നത് 150 രൂപ ഓട്ടോയിൽ സ്റ്റാൻഡിൽ കൊണ്ടായിരിക്കും. ഓട്ടോയിൽ പോകുമ്പോൾ നമുക്ക് ജമ്മു കുറച്ച് കറങ്ങാൻ, ജമ്മു എല്ലാം കുറച്ച് കറങ്ങി കാണാം ഓട്ടോയിൽ. പിന്നെ വീഡിയോ എടുത്തില്ലായിരിക്കും. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്താണ് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. அந்த കാര്യം കുഴപ്പമില്ലായിരുന്നു. 150 രൂപ കുഴപ്പമില്ല. നമ്മളെ കേരളത്തിൽ ഞാൻ അതിൻ്റെ അപ്പുറം വാങ്ങിക്കുമായിരുന്നു. തീർച്ചയായും
एक मिनट ബസ് എടുക്കാൻ തുടങ്ങിയില്ല. നല്ല കാഴ്ചകൾ വരുമ്പോഴത്തേക്ക് മതി ചെയ്യും. ചാർജ് ഒന്നും ചെയ്യണ്ടേ. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും. ഫുഡ് കഴിക്കണം, ഇത്തിരി വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. Stop. പോകുന്ന വഴി ഇതുപോലെ ഒരുപാട് ടണലുകളുണ്ട്, ഒരുപാടുണ്ട്. എല്ലാം ഈ മല തുരന്നുണ്ടായിരിക്കണം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ വളഞ്ഞ് വളഞ്ഞായിരിക്കും ഒരു പോയിരുന്നത്. ഇതിപ്പം കുറച്ച് എളുപ്പമാണ്. ഈ ടണല് അതൊരു മാമൻ പറഞ്ഞു തന്നെ. രാമൻ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് വന്നിട്ട് ജമ്മുവിൻ്റെയും ബനിഹാളും കാശ്മീരിൻ്റെയാണ്. ഈ ഒരു യാത്ര വന്നിട്ട് 5 to 6 മണിക്കൂറാണ് യാത്ര. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷമ ബാധിച്ച് പോകാനേ പറ്റൂ എന്നാണ്. അറിയാത്തതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ വന്നിട്ട് ഈ നമ്മൾ കൂടെ വന്നിരിക്കണ അവരെ കൊണ്ടല്ലോ അവിടുത്തെ ലോക്കൽസാണ്. അപ്പം ഈ ഡ്രൈവർ ഈ ബസ് ഡ്രൈവർ വന്നിട്ട് മാക്സിമം ആളുകളെ കയറ്റിയിട്ടേ കൊണ്ടുപോകത്തുള്ളൂ, കുത്തി ഇറച്ചേ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ എല്ലാ ബസ്സും അങ്ങനെയാണ്. പോണ വഴിയിൽ കാണുന്ന എല്ലാ ബസ്സും അങ്ങനത്തെ ബസ്സുകളാണ്. അതുകൊണ്ട് ക്ഷമ അത് യാത്രയിൽ മെയിനായിട്ട് വേണ്ട സാധനം. പോകുന്ന വഴിയിലുള്ള ആർമി ബേസ്ഡ് പ്ലേസസൊക്കെ ഒരുപാടുണ്ട്. പോകുന്ന വഴിയിലുള്ള പട്ടാളക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രിക്റ്റ് അങ്ങനെയൊന്നുമല്ല, പക്ഷെ അവരൊരു എല്ലായിടത്തും ഉണ്ട്. പിന്നെ പല ഭാഗങ്ങളിൽ തുരങ്കത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് റോഡ് എല്ലാം. ക്ഷമ പാലിച്ച് പോയാലേ പറ്റുള്ളൂ. നിങ്ങൾ സോളോ ആയിട്ട് വരുന്നെങ്കിൽ ഈ ഒരു മാർഗത്തിൽ തന്നെ പോകാം. അല്ലാതെ നിങ്ങൾ കപ്പിൾസായിട്ടാണ് നിങ്ങൾ ശ്രീനഗർ പോകണമെങ്കിൽ ഒന്നുകിൽ ഫ്ലൈറ്റ് വല്ല കയറ്റി പോകുന്നതാണ് നല്ലത്. ഇത് പറയാമോ? എന്നാൽ ജമ്മുവിൽ പോയിട്ട് ശ്രീനഗർ പോകാൻ പറ്റുള്ളൂ.
ജമ്മുവിൽ ഇതേപോലെ യാത്ര ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഇതാണ് ചെനാനി നഷ്ട്രി ടണൽ. ലോകത്ത് വെച്ച് ഏറ്റവും നീളം കൂടിയ ടണൽ. 9 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ നീളം. പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ നിർത്തി ധാബയിൽ എന്താണ് കിട്ടുന്നതെന്ന് ചോദിക്കണം. എന്തോ ഒരു സംഭവം കൊണ്ടുവച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിയും ഞാനെന്താ കഴിക്കും എന്നാലേ അറിയാൻ പറ്റും. ദാൽ ഫ്രൈയും റൊട്ടിയുമാണ് കിട്ടിയത്. പിന്നെ ലസ്സിയും കൂടെ പറയേണ്ടത്. ഞാനൊന്നും പറഞ്ഞത് മനസ്സിലായില്ല. ഒന്നും അറിഞ്ഞുകൂടാ. 3 കുൽച്ചയും ഒരു ഡാൽ ഫ്രൈയും വാങ്ങിച്ച്, പിന്നെ ഒരു ലസ്സിയും വാങ്ങിച്ച്. ലസ്സി നല്ല തണുപ്പുണ്ടായിരുന്നു, അത്യാവശ്യം അതിലുണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിരിക്കാം. സൈഡ് സീറ്റിൽ സ്ഥലം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും. ചെറുതേ എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. ചെനാബ് നദി, ഇതാണ് ഇവിടുത്തെ ചെനാബ് നദി. പാലത്തിൻ്റെ താഴെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ റാമ്പൻ കുറേ നേരത്തെ കാത്തിരിവിന് ശേഷം അവർ വണ്ടി എടുത്തിട്ട് ഇതാണ്ട് ഇപ്പം തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം വിളിച്ച് വണ്ടി എടുക്കുക. ആളുകൾ ഫുള്ള് കുത്തി അടച്ചിട്ടേ ഒരു വിടത്തുള്ളൂ. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇതിൽ കയറി പോവാം. ക്ഷമയില്ലാത്തവർ പോയിട്ട് കാര്യമില്ല. ഈ യാത്രയിൽ നമ്മൾ മലകൾ ചുറ്റി പോകുന്നുണ്ട്, പിന്നെ ടണൽ വഴിയും പോകുന്നുണ്ട്. ഈ മലകൾ ചുറ്റി പോകുമ്പോൾ ഈ അരികിലൂടെയാണ് ഓട്ടിക്കുന്നത് കൂടുതലും. നമ്മൾ പേടിച്ചു പോകും. നമ്മൾ ഈ റോളർ കോസ്റ്ററിലൊക്കെ പോകുമ്പം പേടിക്കില്ലേ, അതേപോലെ പേടിച്ചു പോകും. എന്നാൽ അവിടെ നമ്മൾ ജനലിൻ്റെ അവിടെ നോക്കുമ്പം ഒരു കൊക്കയാണ്, വലിയ കൊക്കയാണ്. അപ്പം ഒരു ചെറിയൊരു ഭയം എപ്പോഴും ഉണ്ടാവും. ബെക്സിലാണെങ്കിൽ എല്ലാ 90s ഹിന്ദി പാട്ടുകളെല്ലാം ഇടുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് സൈലൻ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷെ നല്ല രസമാണ് ഈ പഴയ പാട്ടുകളൊക്കെ കേട്ട് ഈ യാത്ര ചെയ്യാൻ. ഈ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മാസ്ക് വയ്ക്കണം. ഇത് നല്ല പൊടിയാണ്. എല്ലായിടത്തും ടണലിൻ്റെ നിർമ്മാണവും പിന്നെ റോഡിൻ്റെ നിർമ്മാണമൊക്കെയാണ് നടക്കണം. നല്ല പൊടിയാണ്. ചില ടണലിലൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഈ ടണലൊക്കെ പുതിയതാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല പൊടിയാണ്. നല്ല മൂക്കൊക്കെ പൊത്തിയിട്ടേ ഇടിക്കാൻ പറ്റത്തുള്ളൂ. പോണ വഴിയെല്ലാം അങ്ങനെ തന്നെ. കാശ്മീർ വേറെയാണ്, ജമ്മു വേറെയാണ്. അപ്പം രണ്ടിനും 2 കാലാവസ്ഥയാണ്. അപ്പം എന്തായാലും മാസ്ക് എടുക്കാൻ മറക്കല്ല്. പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാ വിവരം പറഞ്ഞത് എങ്ങനെ പോകണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഹിന്ദി അറിയൂടെ ഇംഗ്ലീഷിൽ ചോദിച്ചാലും പറഞ്ഞു തരാൻ തന്നെ അവിടെ ആളുകളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ജാമാണോ കഴിയണത്, എന്താണ് കാര്യം നിന്ന് ഒരു പിടുത്തമില്ല. അങ്ങനത്തെ വളരെ ജാമുണ്ട്. പതുക്കെയാണ് പോണത്. പനിഹാലം വല്ലാതെ എത്തി. പക്ഷേ വലിയ ട്രാഫിക് കാരണം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങേണ്ടി വന്നു. ഒരു 3 കിലോമീറ്റർ നടന്ന് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ എത്തി. ട്രെയിൻ കിട്ടുമെന്ന് തോന്നണില്ല. എന്നാൽ
6 മണിക്കാണ് ലാസ്റ്റ് ട്രെയിന്. 6:15 എടുക്കും. പിന്നെ 6:15 എൻ്റെ കൂടെ ഈ ബായിസും കൂടെ ഉണ്ട്. കിട്ടിയില്ലെങ്കിൽ വല്ല ട്രക്കോ ടാക്സിയോ പിടിച്ച് പോകണം. എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി. അതിനകത്ത് കയറി നമ്മൾ ഇനി ശ്രീനഗറിലോട്ട് പോവുകയാണ്.